എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം. കാലത്ത് തന്നെ എടുക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ഒരു പത്തിരിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അരിപ്പത്തിരി നമ്മൾ സാധാരണ കടയിലൊക്കെ വാങ്ങിക്കുന്ന ആ മൈദാമാവിൻ്റെ പത്തിരിയല്ല കേട്ടോ, അല്ലാതെ സാധാരണ ചെറിയ അരിപ്പത്തിരി. അരിപ്പത്തിരി എന്ന് പറയുമ്പോൾ പല വിധത്തിലുണ്ടെന്നാലും ഇത് പത്തിരി. ഇവിടെ ഈ എറണാകുളത്ത് കിട്ടുന്ന ഒരു പത്തിരി. ഇത് ഞാൻ എറണാകുളത്ത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, അത് കൊല്ലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ നമ്മളെ കൊല്ലത്ത് മൈദാമാവിൻ്റെ അടിക്കുന്ന പൊറോട്ട, പത്തിരി എന്ന് പറയുന്ന ഒരു രണ്ട് സാധനമേ ഉള്ളൂ. ഈ പത്തിരി എന്ന് പറയുമ്പോൾ പെരുന്നാളിനൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പത്തിരിയുണ്ട്, ആ പത്തിരിയും ഞാൻ കണ്ടിട്ടുള്ളൂ. ഇവിടെ വന്നപ്പോൾ വേറൊരു പത്തിരിയാണ്, അത് മുരളിച്ചേട്ടനുമൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളൊരു പത്തിരി. അതിപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ഒരു ഇച്ചിരി ഇഞ്ചി, പിന്നെ വെള്ളം തിളപ്പിക്കുമ്പോൾ ഇടാനുള്ള ശകലം മഞ്ഞൾപ്പൊടി, പിന്നെ പെരിഞ്ജീരകം, ചെറിയ ജീരകം, കുറച്ച് എള്ള്. പിന്നെ ഞാൻ ഇതിനകത്ത് 2 സാധനങ്ങൾ ഇടുന്നുണ്ട്. ഒന്ന് കുറച്ച് കരിഞ്ജീരകവും ഇത്തിരി അയമോദകവും. ഇത് രണ്ടും കൂടി ഇട്ട് എപ്പോഴെങ്കിലും നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ 1 ഗ്ലാസ് അരിപ്പൊടി. പിന്നെ ഇതിനകത്ത് ഞാൻ കൂടുതലും എടുത്തേക്കുന്ന റവയാണ്. റവ ഞാൻ ഇത്തിരി കുതിർത്ത് വെച്ചേക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് വെള്ളം തിളപ്പിച്ച് റവയും അരിയും എല്ലാം നമുക്ക് നമ്മൾ ഇടിയപ്പത്തിന് കുഴച്ചെടുക്കുന്ന കണക്ക് നമുക്ക് വാട്ടിയെടുക്കാം. ഞാൻ ഇതിന് വേണ്ടി ഒരു 1.5 ഗ്ലാസ് വെള്ളം വെച്ചേക്കുന്നു. 1 ഗ്ലാസ് മാവിനും 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അതിനകത്ത് ശകലം മഞ്ഞൾപ്പൊടി ഇടാം. ശകലം മഞ്ഞൾപ്പൊടി ഇട്ടു. ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. ഇഞ്ചി, വെളുത്തുള്ളി, ഇഷ്ടമുള്ളവർക്ക് തേങ്ങയൊക്കെ ഇടാം കേട്ടോ. ഞാൻ തേങ്ങ ഇട്ടില്ല. തേങ്ങ ഇട്ടിരുന്നാൽ കുറച്ച് 2 ദിവസം കഴിക്കാതിരുന്നാൽ കേടാവും. അതുകൊണ്ട് അങ്ങനെ ഇട്ടാണ്ട് ജീരകവും, ചെറിയ ജീരകവും പെരിഞ്ജീരകവും, ഒന്ന് നല്ല തിളയ്ക്കുമ്പോൾ നമ്മുടെ എള്ള് ഇപ്പോൾ ഇടരുത്. എള്ള് ചൂടുവെള്ളത്തിൽ ഇട്ടാൽ എള്ളിൻ്റെ കളർ ഇളകി വീണ് കറുപ്പ് കളറാവും. അതുകൊണ്ട് എള്ള് ലാസ്റ്റ് മാത്രമേ, കുഴച്ചെടുക്കാൻ നേരത്ത് മാത്രമേ കറുത്ത എള്ളിടാവൂ. വെള്ള എള്ളാണെങ്കിൽ കുഴപ്പമില്ല. ഇനി നമുക്ക് മാവിടാം. അതിൻ്റെ കൂടെ നമ്മൾ വെള്ളം കുറച്ച് വെച്ചതെന്ന് വെച്ചാൽ കുതിർത്ത് വെച്ചേക്കുന്ന റവ ആയതുകൊണ്ട് 1 ഗ്ലാസ് റവ ഞാൻ ഇങ്ങനെ കുതിർത്ത് വെച്ചേക്കുന്നത്, അതും കൂടെ ഇടാം. അപ്പോൾ നല്ല മയം കിട്ടും. അതിന് വേണ്ടിയാണ് റവ കുതിർത്ത് വയ്ക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നല്ല വൃത്തിയായിട്ട് ഇടിയപ്പത്തിൻ്റെ മാവ് വാട്ടിയെടുക്കുന്ന കണക്ക് നല്ല വൃത്തിയായിട്ട് എടുക്കണം. നല്ലോണം കിണ്ടി നല്ല റെഡിയായിട്ട് എടുക്കണം. ഒരു ഇത്തിരി അരതാ ഇങ്ങനെ ആക്കി ഒന്ന് വെക്കണം, സിമ്മിലാക്കിയിട്ട്. അപ്പോൾ ഈ മാവെല്ലാം നല്ല വെന്ത് അതിൽ തന്നെ നല്ല കട്ടിയായിട്ടിരിക്കും. ഒരു മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ചേക്കണം. വേണ്ടേ, ഇങ്ങനെ അടച്ച് വെച്ചേക്കണം. അപ്പോൾ നമ്മുടെ മാവെല്ലാം നല്ല വെന്ത് കാണും. ഇനി നമുക്കതിനകത്ത് 1 സ്പൂൺ ഏതെങ്കിലും ഒരു എണ്ണ, വെളിച്ചെണ്ണയോ നെയ്യോ ഏതായാലും കുഴപ്പമില്ല. കണ്ടില്ലേ, മാവ് നല്ല വെന്ത് നല്ല പരുവത്തിനായി. ഒരിത്തിരി നേരം ഒന്ന് അടച്ചു വെച്ചിരുന്നാൽ മാവെല്ലാം നല്ല വെന്ത് നല്ല കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടും. 1 ഗ്ലാസ് മാവിന് 1.5 ഗ്ലാസ് വെള്ളം ചേർത്തു. അതിൻ്റെ കൂടെ 1 ഗ്ലാസ് റവ നേരത്തെ ഒന്ന് കുതിർത്ത് വെച്ചിരുന്നു, അതാണ് നമുക്ക് വെള്ളം അത്രയും മതിയായത്.
നമുക്കിത് തട്ടി ഇനി നമ്മൾ ഇത് പരത്താനായിട്ട് നമ്മൾ ചപ്പാത്തി പലകയിലൊന്നും വേണ്ട. നമുക്ക് നല്ലൊരു വലിയൊരു പ്ലേറ്റ് ഉണ്ടെങ്കിൽ ഇതുണ്ട്, ആ പ്ലേറ്റ് എടുത്താൽ മാത്രം മതി. അത് ശകലം അരിപ്പൊടി ആക്കിയാൽ മാത്രം മതി. ഇനി നമുക്കത് മാവെടുത്ത് ഇതിനകത്തോട്ടിടാം. മാവെല്ലാം നല്ല പെരട്ടി നല്ല റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കതിനകത്ത് തൻ്റെ കറുത്ത എള്ളിടാം, ഒരു ശകല അയമോദകം, അതിൻ്റെ കൂടെ കുറച്ച് നമ്മളെ കരിഞ്ജീരകം. ഇത് രണ്ടും നല്ലതാണ്, ശരീരത്തിന് നല്ലതാണ് കേട്ടോ. നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ഞാനൊരു പ്ലേറ്റാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇത് ചൂടുണ്ട് മാവിന്. എല്ലാവരും ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു പത്തിരിയാണ്. എൻ്റെ ചാനൽ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് അറിഞ്ഞൂടാത്ത കൂട്ടുകാർക്ക് ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിനകത്ത് നമുക്ക് എടുക്കാനുള്ളത് ഇതേ കണക്കൊരു ചെറിയൊരു പാത്രം മതി കേട്ടോ, ഇങ്ങനെ കമത്തി എടുക്കാനുള്ളത്. ഞാൻ ഇപ്പോൾ മാവ് പരത്താൻ പോകുന്നേ. കട്ടി കുറയരുത് കേട്ടോ. കട്ടിക്ക് തന്നെ ഞാൻ കാണിച്ചു തരാം. കട്ടിക്ക് തന്നെ വേണം കേട്ടോ പത്തിരിയുടെ. വേണ്ടേ, ഇതിനൊക്കെ പാത്രം വെച്ച് ഇങ്ങനെ ആക്കുക, ഇങ്ങനെ ആക്കുക. ഇതിങ്ങനെ എടുക്കുക. ഇനി അടുത്ത പത്തിരി ആക്കുമ്പോൾ അതും എടുത്ത് ഇങ്ങനെ ആക്കിയെടുക്കുക. കണ്ടില്ലേ, ഈ കനം വേണം കേട്ടോ. ഈ കനം ഉണ്ടെങ്കിൽ പത്തിരി കഴിക്കാൻ സുഖമുള്ളൂ. ഇത് നല്ല സോഫ്റ്റ് തന്നെ ആയിരിക്കും. ഇത്ര കട്ടി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് കട്ടി കൂടുതലൊന്നും തോന്നത്തില്ല കേട്ടോ. കണ്ടല്ലേ, ഇത് കണക്കിരിക്കും. നമുക്കിതിന് പൊരിച്ചെടുക്കാം. നമുക്കിത് കണക്ക് എല്ലാം ഇങ്ങനെ ആക്കിയെടുക്കാം. ഈ പത്തിരി എല്ലാം ആക്കി വെച്ച് ലാസ്റ്റ് ഉരുട്ടതാ ഇത്രയാണ് ലാസ്റ്റ് വന്നത് കണ്ടോ. ഇനി നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് അവസാനം ലാസ്റ്റ് എണ്ണയിലിട്ടങ്ങ് പൊരിച്ചെടുത്താൽ മതി. എല്ലാം ഞാൻ റൗണ്ട് ചെയ്ത് വെച്ച് ഒരു പ്ലേറ്റ് മാത്രം മതി. പ്ലേറ്റിൻ്റെ അടിഭാഗത്തിൽ ഇച്ചിരി മാവ് ഉരട്ടി ഇത്തിരി എണ്ണ ഉരട്ടി ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് ഈ കനത്തിൽ പൊരിച്ചെടുക്കാം. ഇനി നമുക്കിത് പൊരിച്ച് വെക്കാം. എണ്ണയൊക്കെ നല്ല തിളച്ച് കിടക്കുന്നു. എള്ള് ഇച്ചിരി വീണിനകത്ത്. നമുക്ക് ഓരോന്നും എണ്ണയിലിടാം. എളുപ്പം എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു പത്തിരിയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചിലവർക്കൊക്കെ അറിയായിരിക്കും, ചിലവർക്ക് അറിഞ്ഞൂടായിരിക്കും. എന്നാലും അറിഞ്ഞൂടാത്തവർക്ക് ഇത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. വിരുന്നുകാരോ ഒക്കെ വന്ന എളുപ്പം നമുക്കിത് വറുത്ത് പോരാം. എള്ളിൻ്റെയും കരിഞ്ജീരകത്തിൻ്റെയും അയമോദകത്തിൻ്റെയും ഒക്കെ നല്ല മണമാണ് കേട്ടോ. നല്ല രുചിയാണ് ഇത് കഴിക്കാൻ. നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പത്തിരിയെക്കാട്ടി നല്ലൊരു പ്രത്യേക രുചിയാണ് ഇത് കേട്ടോ. നമുക്കിതെല്ലാം കോരിയെടുക്കാം. കണ്ടല്ലേ, ഇഷ്ടപ്പെട്ടോ? ഈ എള്ളൊക്കെ കണ്ടായിരിക്കുന്നേ, അടിപൊളിയല്ലേ? കഴിക്കുമ്പോഴും അതേ കണക്ക് ടേസ്റ്റാണ് കേട്ടോ.